മാഷാ അല്ലാ. ഏതായാലും സൂഫി ഗീതം എത്തിയ സ്ഥലം പറഞ്ഞതുകൊണ്ട് വളരെ ഉഷാറായിട്ടോ. ഇപ്പം അത് ഷെയ്ഖ് പൂർത്തിയായി. ഷെയ്ഖ് ബാബുരാജ് ആണിപ്പോൾ ഇവർക്ക് സൂഫി ഗീതത്തിൻ്റെ ഷെയ്ഖ്. സൂഫി ഗീതത്തിൻ്റെ ഷെയ്ഖും അതിനുള്ള ഇജാസത്ത് കൊടുത്തിരിക്കുന്നതും ഷെയ്ഖ് ബാബുരാജാണ്. അപ്പം പിന്നെ വലിയ കുഴപ്പമില്ല. ഇപ്പം അത് പറഞ്ഞത് നന്നായി. കാരണം എന്നിട്ടിപ്പോൾ ഇന്നലെ മറ്റോ ഇങ്ങനെ നൗഷാദ് ഇങ്ങനെ കടന്ന് ചീർന്നുണ്ട്. നിങ്ങൾ സിനിമ കാണുന്ന കാര്യങ്ങൾ ഓരോരുത്തർ സിനിമ അല്ല അതിൻ്റെ അപ്പുറത്താണ് കാണുന്നത്. ചങ്ങായി എൻ്റെ പരിപാടി ഇജ്ജ് വിളിച്ച് പറയല്ലേ നൗഷാദെ. എൻ്റെ പരിപാടി എൻ്റെ ഷെയ്ഖിൻ്റെ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ ഞമ്മക്കേ ഇത് പറയാതിരിക്കാൻ വയ്യാന്ന്. കൂട്ടരെ ഇത് പറയാതിരിക്കുക എങ്ങനെ നോക്കുകയാണ് നിങ്ങൾ. ഷെയ്ഖ് ബാബുരാജിൻ്റെ ഇജാസത്ത് പ്രകാരമല്ലേ നടത്തുന്നത്. അതാണല്ലോ വടിത്തങ്ങൾ പറഞ്ഞത്. സിനിമക്ക് കുഴപ്പമില്ല, അതുപോലെ നാടകത്തിന് കുഴപ്പമില്ല, ഒരു പ്രശ്നമല്ല, ഓലൊക്കെ സ്വർഗത്തിലാണ്. സ്വർഗം നരകം തീരുമാനിക്കല അത് റബ്ബ് തീരുമാനിക്കണം, നമ്മൾ തീരുമാനിക്കണമല്ല. അത് ആരെ സ്വർഗത്തിലാക്കണം ആരെ നരകത്തിൽ, അത് അള്ളാൻ്റെ ഔദാര്യമാണ്. അള്ളാൻ്റെ റഹ്മത്ത് കിട്ടിയ ആളുകൾ ആരാണോ അത് ആ ആളുകൾക്ക് അള്ളാഹു തആല സ്വർഗം കൊടുക്കും. അതിൽ യാതൊരു സംശയമല്ല. അതിന് എത്ര സംസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര മുമ്പ് ഇട്ടിട്ടും കാര്യമില്ല. അത് അള്ളാൻ്റെ ഔദാര്യമാണ്. സ്വർഗം കൊടുക്കണോ നരകം കൊടുക്കണോ തീരുമാനിക്കേണ്ടത്. അതെത്ര ഷെയ്ഖ് കെട്ടിയിട്ടും അതും കാര്യമില്ല. അതങ്ങനെയാണ്. അതൊക്കെ അള്ളാൻ്റെ അടുത്ത് കിടക്കുന്ന കാര്യം, അത് വേറെ വിഷയം. ഏതായാലും ഖുർആൻ പറഞ്ഞല്ലോ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്നല്ലോ. ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുന്നത് വരെ ഗുണത്തെ എത്തിക്കൂല എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. അവിടുത്തെ ഒരുപാട് പോയിന്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് നമ്മളെ ഈ സൂഫി ഗീതത്തിൽ. മാത്രമല്ല തങ്ങൾ വാപ്പ എന്തേപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്നാവോ. പണ്ടൊരാളോട് ഇത് ചോദിച്ചു, നിങ്ങളെ ഖുർആനിലെല്ലാം ഉണ്ടോ ചോദിച്ചു. എല്ലാം ഉണ്ട് പറഞ്ഞു. അപ്പോൾ ബസ്സിനെ പറ്റി പറയുന്നുണ്ട് നിങ്ങളെ ഖുർആനിൽ ചോദിച്ചു. ബസ് ഇപ്പോൾ ആധുനിക സംവിധാനങ്ങളല്ലേ. ആ ബസ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ബസ്സത്തിൽ ജിബാലു ബസ്സാൻ, അപ്പോൾ ബസ്സത്തിൽ ജിബാലു ബസ്സാ. അപ്പോൾ ബസ്സിനെ പറ്റി പറയുന്നുണ്ടല്ലേ. എന്നാ പോട്ടെ, ലിമിറ്റഡ് സ്റ്റോപ്പിനുണ്ടോ ചോദിച്ചു. അതിൻ്റെ മുന്നേ പോണ ബസ്സുണ്ടോ? അതും ഖുർആനിൽ പറയുന്നുണ്ട്. വക്കാനത്ത് അബാ മുംബസ. അപ്പോൾ എല്ലാ ബസ്സിൻ്റെയും മുന്നേ പോകണം അതും ഉണ്ടല്ലേ. അല്ലോ വല്ലാത്ത ഇതന്നെയാണ്. അപ്പം പിന്നെ അതങ്ങനെ വിട്ടല്ലോ. തങ്ങൾ അപ്പോൾ ഈ ഇതുണ്ടല്ലോ, ഉദുഹുലു ഫിസ്സിൽമി കാഫ. അവിടെ സിൽമ അറിയുന്നുണ്ടല്ലോ, ഉദുഹുലു ഫിസ്സിൽമി കാഫ എന്ന് പറഞ്ഞ കേട്ടപ്പോൾ എന്നാൽ പിന്നെ കുഴപ്പമില്ല, സിനിമയിൽ പറ്റൂല എന്നുള്ള ഇത് പറയണ്ട. ഇതെന്നൊക്കെ അറിയുന്നു. ഉഷാദൊക്കെ ഈ ക്ലാസ് എടുക്കണത്. പിന്നെ ഉഷാദ് പോരാ, തങ്ങൾ വാപ്പ പറയുന്ന അർത്ഥം മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. തങ്ങൾ വാപ്പ വായിക്കുമ്പോൾ അർത്ഥം മാറില്ല, വടിത്തങ്ങൾ വായിക്കുമ്പോൾ അർത്ഥം മാറുക, അങ്ങനെയൊക്കെയാണോ? ആൻ്റെ കെണിക്ക് പെടലോടുകൂടെ അയാൾ എന്തൊക്കെയാ പറയണേ. അപ്പോൾ സംഭവം സത്യത്തിൽ എല്ലാ വിഷയത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളിൽ ഈ ഗ്ലോബൽ വില്ലേജിൽ പോയിക്കാണ്ട് ഈ അത്യാവശ്യം തിരക്കടില്ലാതെ അത്യാവശ്യം നല്ലൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് റിയാദൊക്കെ വീട്ടി കുറച്ച് ദിക്റും സ്വലാത്തായിട്ടൊക്കെ പോകുന്ന ഒരാളാണല്ലോ ഈ കോമാട്ടുചാലിൽ അദ്ദു. പക്ഷേ ഈ കോമാട്ടുചാലിൽ അദ്ദു ഈ ഗ്ലോബൽ വില്ലേജിൽ പോയി വന്നതിന് ശേഷം പിന്നെയാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ കണ്ടത് കേട്ടോ. പിന്നെയാണ് ഈ ഒരുപാട് ഗുണ സംസാരങ്ങൾ. AP ഉസ്താദിനെ വരെ എന്നിട്ട് തന്തേന്ന് വിളിച്ചതിനിപ്പോൾ മറ്റോ മസല ഉണ്ടാക്കുക.
തന്തേന്ന് വിളിച്ചതിന് മറ്റോ മസാല ഉണ്ടാക്കുക. എന്ത് തന്തേന്ന് വിളിച്ചിരിക്കണത് വല്യപ്പ എന്നുള്ളതിനാണ്, പ്രായം ചെന്ന ആൾ എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇതുണ്ടാക്കിയാണ്ട് വന്നിരുന്നൊരു ഇവർക്ക് ഒത്താസ പാടുന്നൊരു ചങ്ങായിണ്ട്. ഏത് നിലക്ക് നോക്കിയാലും ശരിയല്ല നൗഷാദേ, ഏത് നിലക്ക് നോക്കിയാലും ശരിയല്ല. ഇജിപ്പോൾ ആ ചിരിയും കണ്ട് ഒരു തുണിക്കണ്ട് കോട്ടിക്കാണ്ടുണ്ടല്ലോ ഒരു സംസാരം. ഇന്നലെ പറയുന്നുണ്ട് സുലൈമാൻ ഉസ്താദ് ഞങ്ങളതാണ്, സുലൈമാൻ ഉസ്താദിനെ അങ്ങോട്ട് വിട്ടേക്ക്, സുലൈമാൻ ഉസ്താദിനാണ് മാറ്റിയേക്ക് ഒക്കെ പറഞ്ഞപ്പോൾ സുലൈമാൻ ഉസ്താദ് ഇപ്പോൾ ഇവിടെ കുരുവട്ടൂർ കോമാട്ടുചാലല്ല അദ്ദുവിൻ്റെ കാലിൻ്റെ ചോട്ടിൽ ചെന്ന മാതിരിയാ. ചങ്ങായി എനിക്കൊരു കാര്യം കേൾക്കണോ? സുലൈമാൻ ഉസ്താദിൻ്റെ പേരക്കുട്ടിൻ്റെ വയസ്സുള്ള ചങ്ങായിയാണ് കോമാട്ടുചാലിലെ അദ്ദു. അത്ര പോന്ന ഒരാളെ സ്നേഹമായിട്ടൊന്നും ഇപ്പോൾ അംഗീകരിക്കേണ്ട ഒരു ഗതികേടൊന്നും ഇപ്പോൾ സുലൈമാൻ ഉസ്താദിനില്ല. അത് മനസ്സിലാക്കിക്കോ. അങ്ങനെ അംഗീകരിക്കേണ്ട ഒരു ഗതികേടൊന്നും സുലൈമാൻ ഉസ്താദിന് ഇപ്പം ഇല്ല. സുലൈമാൻ ഉസ്താദ് തന്നെ ഞങ്ങൾക്കൊരു വലിയ ഷെയ്ഖാണ്. സുലൈമാൻ ഉസ്താദ് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഷെയ്ഖാണ്. അത് ഞങ്ങൾക്ക് ഇൽമിൻ്റെ ബഹറാണ്. അതന്നെ ഞങ്ങളെ ഷെയ്ഖ്. ഞങ്ങൾക്ക് സുൽത്താനുൽ ഉലമ ഞങ്ങൾക്ക് ഷെയ്ഖാണ്. എന്നിട്ട് പേരോട് ഉസ്താദിൻ്റെ മകൻ പേരോട് ഉസ്താദിൻ്റെ സോറി AP ഉസ്താദിൻ്റെ മകൻ ഹക്കീം അസ്ഹരിയുടെ മകന് മമ്മൂട്ടിൻ്റെ ഒപ്പം നിന്നുകാണ്ട് ഒരു ഫോട്ടോ ഒരു ഫോട്ടോ എടുത്തത് ഫോട്ടോ വിട്ടുകാണ്ട് പറയാം, കണ്ടോ ഞങ്ങളൊരു സാമ്പിൾ വെളിക്കെട്ടാണ്. ഇത് വെടിക്കെട്ടല്ല വെളിക്കെട്ടാണ്. എൻ്റെ സാമ്പിൾ വെടിക്കെട്ട്, ഓൻ്റെ സാമ്പിളാണ് ഇതൊക്കെ. ഇനി ഇതിൻ്റെ അപ്പുറത്ത് വരാണ്ട് മുഷാവറയിൽ ഏതോ ഒരാൾ സ്ഥിരമായിട്ട് സിനിമ കാണാണ്ട് ധൈര്യമുണ്ട് വെല്ലുവിളിക്കുകയാണ് എന്നെ. അങ്ങനെ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ഒരാൾ മുഷാവറയിലുണ്ടെങ്കിൽ എന്നെ വെല്ലുവിളിക്കുക. കയ്യിൻ്റെ ഉള്ളനടിയിൽ നിന്ന് രോമം പറിച്ചു തരും എനിക്ക്. എന്താ കരുതിയേ? എന്താണ് കരുതിയത്? ഇജെന്താ മുഷാവറന്ന് കരുതിയേ? എന്താ പണ്ഡിതന്മാരെന്ന് കരുതിയത്? എൻ്റെ കോമാടനാണ് പണ്ഡിതനെ കരുതിച്ച്? എന്താണ് എൻ്റെയൊക്കെ മനസ്സിൽ? പണ്ഡിതന്മാരെ സ്റ്റേജ് കെട്ടിക്കാണ്ട് പരിഹസിക്കുക, അതിന് കൂക്കി വിളിക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. AP ഉസ്താദിൻ്റെ പേരക്കുട്ടി മമ്മൂട്ടീൻ്റെ ഒപ്പം നിന്നുകാണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് എവിടുന്ന് വായിക്കുന്നത് കണ്ടപ്പോൾ മമ്മൂട്ടീൻ്റെ ഒപ്പം നിന്നുകാണ്ട് ഒരു ഫോട്ടോ എടുത്തപ്പോൾ മമ്മൂട്ടി എങ്ങായി മുസ്ലിമാണ്. സിനിമയിൽ അഭിനയിക്കുന്നത് വേറെ, ഒപ്പം നിന്നുകാണ്ട് ഫോട്ടോ എടുക്കണം അതൊക്കെ വേറെ അല്ലേ. അതൊക്കെ മനുഷ്യന്മാരെ കോമാളിത്തരം കെട്ടിച്ചിന്. ജാതിയൊരു കാര്യം ചെയ്ത് നൗഷോ, ജാതിയൊരു കാര്യം ചെയ്യും, ആൾക്കാരുടെ അടുത്തുനിന്ന് വാങ്ങിയ കാശ് കൊടുക്കാൻ നോക്ക്. എനിക്ക് മാണൂരുള്ളൊരു സഹോദരൻ അറിയാം. മാണൂരുള്ളൊരു സഹോദരനെ ദുബായിലാണ് അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യണത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു 50,000 റുപ്യ കടം വാങ്ങിയിരുന്നു. ഓർക്കുന്നുണ്ടോ? അലവി സഖാഫി ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് അയാളെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരു 50,000 റുപ്യ കടവും വാങ്ങി. കുറഞ്ഞ ചില്ലറ എന്തോ കൊടുത്തിക്കണം. ഇപ്പോൾ ഫോൺ അടിച്ചാൽ തന്നെ എടുക്കണില്ല. ആളെനിക്ക് പരിചയമുണ്ടോ? ആ കാശൊന്ന് കൊണ്ടേ കൊടുക്കുക. അതുപോലെ അതൊക്കെ അവരൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഇന്നലെയും കൂടിയും വിളിച്ചു കണ്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതുപോലത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് കാശ് കടം വാങ്ങിയതും ആൾക്കാരെ പറ്റിച്ച് മുങ്ങിയതും അതൊക്കെ വീട്ടാൻ നോക്ക്. എന്നിട്ട് എന്ത് ചെയ്യും? എൻ്റെ ആ ചിരി ഇങ്ങനെ കൂട്ടിക്കാണ്ട് ആളെ പരിഹസിച്ച് കാണ്ടുള്ള വേദം പറയും. ഇന്നലെയൊക്കെ ചില ആൾക്കാർ വിളിച്ചാൽ നിങ്ങൾ പറയണ ഗീബത്തല്ലേ, എനിക്കറിയാം ഷെയ്ഖിനെ, ഞാൻ AP ഉസ്താദിൻ്റെ ആളാണ്, പൊന്മള ഉസ്താദിൻ്റെ ആളാണ്, പകരുസ്താദിൻ്റെ അടുത്ത് ഓതിയതാണ്, നിങ്ങളെന്താ അങ്ങനെയൊക്കെ പറയണു വെച്ച് കാണ്ട്. അപ്പം ഇത് കേട്ടോക്കണ്ടേ? ആദ്യം കാട്ടുകള്ളന്മാരത് കേൾക്കി എന്നിട്ട് പറയും.